തിരുവനന്തപുരം കഴക്കൂട്ടം സബ് ട്രഷറിയിലെ തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പണം നഷ്ടമായതായി കണ്ടെത്തി. മരിച്ച 3 പേരുടെ അക്കൗണ്ടിൽ നിന്നും തട്ടിപ്പു സംഘം പണം അപഹരിച്ചിട്ടുണ്ട്. 6,70,000 രൂപയാണ് മരിച്ച ഗോപിനാഥൻ നായരുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത്. ട്രഷറിയിൽ നടത്തിയ പരിശോധനയിൽ 15 ലക്ഷത്തിലധികം രൂപ ആകെ നഷ്ടമായതായി കണ്ടെത്തി. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. വ്യാജ ചെക്ക് ലീഫുകൾ ഉപയോഗിച്ചാണ് കൂടുതൽ പണവും തട്ടിയെടുത്തത്. ജില്ലാ ട്രഷറി ഓഫീസറുടെ പരാതിയിൽ സസ്പെൻഷനിലായ 5 ഉദ്യോഗസ്ഥർക്കെതിരെ കഴക്കൂട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകും. വ്യാജ ചെക്ക് ഉപയോഗിച്ച് 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്നും മറ്റാരോ മാറിയെടുത്തുവെന്ന് ചൂണ്ടിക്കാണിച്ച് ശ്രീകാര്യം സ്വദേശിയായ മോഹനകുമാരിയാണ് പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പരിശോധനയിലുമാണ് കൂടുതൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത്. മോഹനകുമാരിയുടെ ഭർത്താവിൻ്റെ പെൻഷനാണ് ട്രഷറിയിലേക്ക് എത്തുന്നത്. മകളോടൊപ്പം വർഷങ്ങളായി വിദേശത്തായിരുന്ന മോഹനകുമാരി എല്ലാ മാസവും പെൻഷൻ പിൻവലിക്കാറില്ല. നാട്ടിലെത്തിയ ശേഷം ജില്ലാ ട്രഷറിയിൽ നിന്നും സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോഴാണ് ഈ മാസം 3-4 ദിവസങ്ങളിലായി 2,50,000 രൂപ പിൻവലിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. കഴക്കൂട്ടം സബ് ട്രഷറിയിൽ നിന്നാണ് പണം പിൻവലിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ അവിടെ എത്തി ചെക്കുകൾ പരിശോധിച്ചു. മോഹനകുമാരിയുടെ കൈവശമുള്ള ചെക്കുകളല്ല നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒപ്പും വ്യാജമാണ്. ഈ ചെക്കുകൾ നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാകട്ടെ വിരമിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.